നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളയ്ക്ക് പഴഞ്ഞിൽ തുടക്കം. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മർത്തോമ സ്കൂൾ, ബസേലിയോ സ്കൂൾ എന്നിവിടങ്ങളിലായിട്ടാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. ഉപജില്ലയിലെ 115 വിദ്യാലയങ്ങളിൽ നിന്നായി 3600-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മേളയുടെ ഉദ്ഘാടനം കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി. കുന്നംകുളം AEO A മൊയ്തീൻ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ TS മണികണ്ഠൻ, വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ, വിവിധ വാർഡ് മെമ്പർമാർ, അധ്യാപക രക്ഷാകർതൃ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി സ്വാഗതവും സ്വീകരണ കമ്മിറ്റി കൺവീനർ CG സിൽവി നന്ദിയും പറഞ്ഞു. കുട്ടികളെ കഴിവുകൾ കണ്ടെത്താൻ രക്ഷിതാക്കളും അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ സപ്പോർട്ടായിട്ട് അധ്യാപകരും വളരെയധികം കഠിനമായിട്ട് തന്നെ പ്രയത്നിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് നിരവധി വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനും അത് കൂടുതൽ താല്പര്യത്തോടു കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ശാസ്ത്രമേളയിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. 2 ദിവസങ്ങളിലായിട്ട് നമ്മുടെ 3 സ്കൂളുകളിലാണ് ശാസ്ത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, പ്രവൃത്തി പരിചയം, IT തുടങ്ങിയ മേളകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷനിൽ BJP കൗൺസിലർമാരുടെ ഡിവിഷനുകളിൽ റോഡുകളുടെ പണി പൂർത്തീകരിക്കാതെ രാഷ്ട്രീയം കളിക്കുന്ന മേയർക്കെതിരെയും കേന്ദ്രമന്ത്രിയും തൃശൂർ MP കൂടിയായ സുരേഷ് ഗോപിയുടെ ഫണ്ട് ഉപയോഗിച്ച് നൽകിയ കേന്ദ്ര പദ്ധതികൾ കൃത്യമായി വിനിയോഗിക്കാത്ത കോർപ്പറേഷൻ ഭരണസമിതി നടപടികൾക്കെതിരെ BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഉപരോധം സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. മുഗളരും ടിപ്പു സുൽത്താനുമൊക്കെ ക്ഷേത്രം കൊള്ളയടിച്ചതിനെക്കുറിച്ച് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് CPM-ഉം കോൺഗ്രസും ചെയ്യുമെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അഴിമതി ഒരു പ്രധാന വിഷയമായി ജനങ്ങൾ കാണുമെന്നും രമേശ് വ്യക്തമാക്കി. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷനായി. BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ, മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, PK ബാബു, കോർപ്പറേഷൻ കൗൺസിലർമാരായ ഡോക്ടർ V ആതിര, പൂർണിമ സുരേഷ്, N പ്രസാദ്, KG നിജി, NV രാധിക എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുജയ് സേനൻ, സുധീഷ് മേനോത്തുപറമ്പിൽ, സർജു തൈക്കാവ്, ജില്ലാ ട്രഷറർ വിജയൻ മേപ്രത്ത്, സംസ്ഥാന സമിതി അംഗങ്ങളായ സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, MS സമ്പൂർണ്ണ എന്നിവർ നേതൃത്വം നൽകി. രാവിലെ 7 മണിക്ക് ആരംഭിച്ച ഉപരോധം 11 മണിക്ക് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് സമാപിച്ചത്. ബാസ്കറ്റ്ബോളിന്റെ ഈറ്റില്ലമായ കുന്നംകുളത്ത് 22 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് തുടക്കം. ഒക്ടോബർ 7 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലായി കുന്നംകുളം ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ. ടൂർണമെന്റിൽ 14 ജില്ലകളിൽ നിന്നായി ബോയ്സിന്റെ 14 ടീമുകളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 12 ടീമുകളും പങ്കെടുക്കുന്നു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ മുഖ്യ സംഘാടകർ. ഇന്ന് രാവിലെ 7 മണിക്ക് മത്സരങ്ങൾ ആരംഭിച്ചു. 10 കളികൾ നടക്കും. വൈകിട്ട് 5 മണിക്ക് ടൂർണമെന്റിന്റെ ഔപചാരിക ഉദ്ഘാടനം MP K രാധാകൃഷ്ണൻ നിർവഹിക്കും. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൻ അധ്യക്ഷത വഹിക്കും. MLA AC മൊയ്തീൻ, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ എന്നിവർ സംബന്ധിക്കും. ഗുരുവായൂർ ഔട്ടർ റിംഗ് റോഡിലും കൈരളി ജംഗ്ഷൻ മുതൽ ആനക്കോട്ട വരെയുള്ള റോഡിലും പുതിയ സ്ട്രീറ്റ് ലൈറ്റ് ഒരുക്കുന്നതിന്റെ 2ാം ഘട്ടമായി മഞ്ജുലാൽ ജംഗ്ഷൻ മുതൽ കോയ ബസാർ വരെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ നടന്നു. പന്തായിൽ ക്ഷേത്ര പരിസരത്ത് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് സ്വിച്ച് ഓൺ നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷയായി. വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ MM ഷെഫീർ, കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, RV ഷെരീഫ്, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ, മുനിസിപ്പൽ എഞ്ചിനീയർ നിഷി ദേവദാസ് എന്നിവർ സംസാരിച്ചു. അടുത്ത 2 ഘട്ടത്തോടെ ഈ പദ്ധതി പൂർത്തിയാകും. കാട്ടകമ്പൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും ചട്ടങ്ങൾ ലംഘിച്ചാണ് നടത്തിയതെന്നും കണക്ക് അവതരണത്തിൽ ഗുരുതരമായ അപാകതയും ക്രമക്കേടും അഴിമതിയും ഉണ്ടെന്ന ആരോപണവുമായി മുൻ ഭാരവാഹികൾ രംഗത്ത്. കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഇവർ ആരോപണം ഉന്നയിച്ചത്.
ഒക്ടോബർ 5 ഞായറാഴ്ച ക്ഷേത്രം മൂട്ടുപുരയിൽ ചേർന്ന ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വാർഷിക യോഗത്തിലെ കണക്ക് ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ലാതെയാണ് അവതരിപ്പിച്ചത്. പല കാര്യങ്ങളിലും വിയോജിപ്പ് രേഖപ്പെടുത്തി യോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും ഇറങ്ങിപ്പോയ ശേഷമാണ് കണക്ക് അംഗീകരിക്കുകയും പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തത് എന്ന് ഇവർ കുറ്റപ്പെടുത്തി. ഇത് നടപടിക്രമങ്ങളുടെയും ദേവസ്വം ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്നും ഒരുപാട് അഴിമതികൾ നടന്നിട്ടുള്ളതായും ഇവർ ആരോപിച്ചു. ഓഡിറ്റ് റിപ്പോർട്ട് പോലും ഇല്ലാതെ കണക്കുകൾ അവതരിപ്പിക്കുകയും ഭൂരിപക്ഷം അംഗങ്ങളും ഇതിനെതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ സമയത്ത് അത് പാസ്സാക്കുകയും സ്വയം തീരുമാനമെടുത്തുകൊണ്ട് പുതിയ ഭരണസമിതി തെരഞ്ഞെടുക്കുകയും ഉണ്ടായി. ഇതിൽ ഒരുപാട് അഴിമതികൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഇതിനെതിരെ വാക്കൌട്ട് നടത്തേണ്ടി വന്നത്. മുൻവർഷത്തിൽ ശമ്പള ഇനത്തിൽ നൽകിയത് 8,77,027 രൂപയായിരുന്നത് പുതിയ കണക്ക് വന്നപ്പോൾ 19,36,006 രൂപയായി ഉയർന്നു. എന്നാൽ ആർക്കും വർദ്ധിപ്പിച്ച ശമ്പളം ലഭിച്ചതായി അറിവില്ലെന്നും ഇവർ പറഞ്ഞു. 8,77,027 രൂപ ഉണ്ടായിരുന്ന ശമ്പളം ഒരു വർഷം കൊണ്ട് 19,36,006 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. എന്നാൽ ആർക്കും ശമ്പളം വർദ്ധിപ്പിച്ച് നൽകിയതായി അറിയാൻ സാധിച്ചിട്ടില്ല. ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അത് ഈ ചിങ്ങമാസം മുതലാണ് കൊടുത്തു തുടങ്ങുകയുള്ളൂ. പിന്നെ അതിന്റെ വിശദീകരണം ചോദിച്ചപ്പോൾ സെക്രട്ടറിക്ക് പറയാൻ സാധിക്കുന്നില്ല. തങ്ങൾ 2 വർഷം മുൻപ് സ്ഥാനമൊഴിയുമ്പോൾ കനറ ബാങ്കിൽ ഉണ്ടായിരുന്ന ലോക്കറിലേക്ക് കോടികൾ വിലമതിക്കുന്ന സ്വർണവും മറ്റും സൂക്ഷിക്കാതെ സ്വയമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്നും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. കൂടാതെ 2 വർഷം മുമ്പ് ഭരണം മാറിപ്പോകുമ്പോൾ ലോക്കറും സൗകര്യങ്ങളും കനറ ബാങ്കിലുള്ള ലോക്കറും സൗകര്യങ്ങളും ഏൽപ്പിച്ചിട്ടും ഇത്രയും കാലമായിട്ട് പോലും ആ ലോക്കറിൽ ദേവസ്വത്തിൻ്റെതായ കോടികൾ വിലപിടിപ്പുള്ള സ്വർണം സൂക്ഷിക്കുവാനോ മറ്റുള്ള കാര്യങ്ങളോ ഇവർ ചെയ്തിട്ടില്ല. ഇവരുടെ സ്വയം കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ക്രയവിക്രയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം നടപടികൾ ഉണ്ടായിരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഒരു ഭക്തജന കൂട്ടായ്മയുടെ ആവശ്യകത ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ പ്രസ് മീറ്റിംഗ് നടത്തേണ്ടത്. ക്രമക്കേടിനെതിരെ ഭക്തജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും ക്രമക്കേടുകളും അഴിമതിയും ചൂണ്ടിക്കാട്ടി നിയമപോരാട്ടം നടത്തുമെന്നും മുൻ ഭാരവാഹികളായ പ്രസിഡന്റ് കെ രജീഷ്, സെക്രട്ടറി ഭാസ്കരൻ വടക്കൂട്ട്, വൈസ് പ്രസിഡന്റ് PP അനൂപ് എന്നിവർ വ്യക്തമാക്കി. ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. യോഗം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് മെമ്പർ VC ബിനോജ്, മെമ്പർമാരായ MK ജോസ്, സുധീഷ് പറമ്പിൽ, ES സുരേഷ്, സുമന സുഗതൻ, CPM ലോക്കൽ സെക്രട്ടറി PC അബാൽമണി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ, CPI നേതാവ് KV ശങ്കരനാരായണൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് സെന്ററിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പഞ്ചായത്തിൽ നടത്തിയ യോഗത്തിൽ മാർഗരേഖയായി. KSTP അധികൃതരും വ്യാപാരികളുടെ പ്രതിനിധിയും പങ്കെടുത്ത യോഗത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. വെള്ളക്കെട്ടിന് പ്രധാന കാരണമായ അടഞ്ഞ കലുങ്ക് നവീകരിക്കുകയും പൊറവൂർ, പരുവക്കുന്ന് തുടങ്ങിയ റോഡുകളിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം കാനയിലേക്ക് തിരിച്ചുവിടാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യും. സംസ്ഥാനപാത നവീകരണത്തോടൊപ്പം വെള്ളക്കെട്ടിനും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം വ്യാപാരികൾ പ്രതിഷേധിച്ചിരുന്നു. സംസ്ഥാന പാതയിലെ കാനയിലേക്ക് ഹോട്ടലുകളിലെ മലിനജലം ഒഴുക്കിവിടുന്നത് പൂർണ്ണമായി നിരോധിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ വ്യക്തമാക്കി. നവീകരണത്തിന്റെ ഭാഗമായി കാന തുറക്കുമ്പോൾ ഏതെങ്കിലും ഹോട്ടലിന്റെ പൈപ്പ് കാനയിലേക്ക് തുറക്കുന്ന രീതിയിൽ കണ്ടാൽ കനത്ത പിഴ ഈടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പെരുമ്പിലാവ് ജംഗ്ഷനിലെ പൈപ്പ് സ്ഥാപിക്കൽ പൂർത്തിയായതോടെ ഒരാഴ്ചയായി ഉണ്ടായിരുന്ന ഗതാഗത തടസ്സത്തിന് പരിഹാരമായി. എളവള്ളി പഞ്ചായത്ത് 2020-2025 ഭരണസമിതിയുടെ ഓർമ്മയ്ക്കായി പച്ചത്തുരുത്തൊരുക്കി ജനപ്രതിനിധികൾ. എളവള്ളി കണിയാന്തുരുത്തിലുള്ള കുളവെട്ടി പച്ചത്തുരുത്തിനോട് ചേർന്നാണ് ജനപ്രതിനിധികളുടെ ഓർമ്മത്തുരുത്തൊരുക്കുന്നത്. സംസ്ഥാന ഹരിത കേരളം മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് 16 ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും ചേർന്ന് ഫലവൃക്ഷത്തൈകൾ നട്ടത്. ഓരോ അംഗങ്ങളും ഓരോ വ്യത്യസ്തമായ ഫലവൃക്ഷങ്ങളാണ് നടുന്നതിനായി തെരഞ്ഞെടുത്തത്. പുലാസൻ, അഭിയു, ലൂവി, മാംഗോസ്റ്റിൻ, അമ്പഴം, ബറാബറ, ലോഗൻ, സ്ട്രോബെറി, പേര, റംബൂട്ടാൻ, ചാമ്പ, സപ്പോട്ട, മിറാക്കിൾ, പേര, നെല്ലി, അരിനെല്ലി, മാതളം, മക്കോട്ടെ ദേവ എന്നീ ഫലവൃക്ഷങ്ങളാണ് പച്ചത്തുരുത്തിൽ നട്ടുപിടിപ്പിക്കുന്നത്. വൃക്ഷങ്ങളുടെ പേരും ഭരണസമിതി അംഗങ്ങളുടെ പേരും ഓരോ തൈകളുടെ കൂടെ പ്രദർശിപ്പിക്കും. ഹരിത കേരളം മിഷന്റെ തൃശൂർ ജില്ലയിലെ മികച്ച പച്ചത്തുരുത്തിനുള്ള 2ാം സ്ഥാനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് നേടിയിരുന്നു. ഓർമ്മത്തുരുത്തിന്റെ നടിയിൽ ഉദ്ഘാടനം
എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KD വിഷ്ണു അധ്യക്ഷനായി. എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനും കർഷകനുമായ തൃത്താല മാമ്പുള്ളി ഞാലിൽ ഹംസ ഹാജി എന്ന AH തൃത്താല നിര്യാതനായി. 79 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് വൈകിട്ട് 3 മണിക്ക് തൃത്താല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. 13 വർഷം പ്രവാസ ജീവിതം നയിച്ച AH തൃത്താല ദീർഘകാലം നാടിന്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു. ശാരീരിക പ്രയാസങ്ങൾക്കിടയിലും എഴുത്തും വായനയുമായി വിശ്രമ ജീവിതം നയിക്കുന്നതിനിടയിലാണ് അന്ത്യം. വാർദ്ധക്യത്തിലും കമ്പ്യൂട്ടറിലും ടാബിലുമായി രചനകൾ നടത്തിയിരുന്ന AH ആധുനിക സംവിധാനങ്ങളോട് തനിക്കുള്ള ആത്മബന്ധം അരക്കിട്ടുറപ്പിച്ചിരുന്നു. മതപരമായ ആധികാരിക ഗ്രന്ഥങ്ങൾ പഠിക്കാൻ കഴിഞ്ഞതാണ് എഴുത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. കൂടല്ലൂർ റഷീദയാണ് ഭാര്യ. അബ്ദുൽ കലാം, ഹാറൂൺ, ഹബീബ, ഡോക്ടർ ഹുബൈബ് എന്നിവർ മക്കളും. സദക്കത്തുള്ള പട്ടാമ്പി, ബഷ്രിയ, ജാഷിറ, ഷഫീന എന്നിവർ മരുമക്കളുമാണ്. BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മനിർഭർ ഭാരത് സങ്കൽപ് അഭിയാൻ ശില്പശാല സംഘടിപ്പിച്ചു. NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തൊയക്കാവ് എന്നിവർ സംസാരിച്ചു. ആത്മനിർഭർ ഭാരത് സങ്കൽപ് അഭിയാൻ ഭാഗമായി തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ചെടുത്ത സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനമുണ്ടായി. OBC മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സന്തോഷ് കാക്കനാടൻ, സുചിത്ര പ്രദീപ്, രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ദേവസ്വം മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. MK ജോസ്, ചന്ദ്രപ്രകാശ് ഇടമന, K ഗോവിന്ദൻകുട്ടി, NK കബീർ, അജു നെല്ലുവായ്, AU മനാഫ്, ഫ്രിജോ വടക്കൂട്ട്, MC ഐജു, സുധീഷ് പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂരിൽ ഔട്ടർ റിംഗ് റോഡ് മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതിൽ മോദി സർക്കാരിന് നന്ദി അറിയിച്ച് BJP പ്രവർത്തകർ ഗുരുവായൂർ കിഴക്കേ നടയിൽ മധുര പലഹാരം വിതരണം ചെയ്തു. BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ TV വാസുദേവൻ, സുജയൻ മാമ്പുള്ളി, വൈസ് പ്രസിഡന്റ് മനീഷ് കുളങ്ങര, സെക്രട്ടറി പ്രസന്നൻ വലിയ പറമ്പിൽ, പ്രദീപ് പണിക്കശ്ശേരി, ജിതിൻ കാവീട്, KK സുമേഷ്, ദീപക് തിരുവെങ്കിടം, മനോജ് പൊന്നുപറമ്പിൽ, ശ്രീജിത്ത് പള്ളിക്കര, ഷിബീഷ് പാക്കത്ത്, കൃഷ്ണൻ നളന്ത, EU രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. എളവള്ളിയിൽ ഐശ്വര്യ റോഡ് തുറന്നുകൊടുത്തു. പഞ്ചായത്തിലെ പണ്ടാറക്കാട് ഐശ്വര്യ റോഡ് കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തീകരിച്ചാണ് തുറന്നു നൽകിയത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സമീപവാസികൾ ഗ്രാമസഭയിൽ ആവശ്യമുന്നയിച്ചതിനെ തുടർന്നാണ് തുക അനുവദിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായി. PM പ്രിൻസ്, സിസിലി ദേവസി, KE ധർമ്മൻ, TA പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ കുറ്റക്കാരായ മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വാഗയിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷനായി. പ്രസാദ് പണിക്കൻ, തച്ചംകുളം പരമേശ്വരൻ, സുബിരാജ്, തോമസ്, PR പ്രേമൻ, K രവീന്ദ്രൻ, റാഷിദ് എളവള്ളി, TP ബാബു, CT ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഞമനങ്ങാട് ബോധിധർമ്മ അക്കാദമിയിൽ കരാത്തെ വിദ്യാർത്ഥികളുടെ കളർ ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് നടത്തി. ഡയറക്ടർ ഷിഹാൻ മനോജിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിജയികൾക്ക് ബെൽറ്റ് അവാർഡിംഗും ഉണ്ടായി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,185 രൂപ, സ്വർണം പവന് 89,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 160 രൂപ. ചർമ്മം ഞമനങ്ങാട് കരുവമ്പായി പരേതനായ ശേഖരൻ മകൻ ബാലൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അനിത ഭാര്യയും അഖിൽ, നിഖിൽ, നിവ്യ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. 3 മണിക്ക് സ്പോർട് ന്യൂസ് കാണാം.